ഹായ് ഗൈസ്, നസ്രിയെ നമ്മൾ കുറെ നാളായ സ്ക്രീനിൽ കണ്ടില്ല. ആ ഒരു എനർജി, ഭയങ്കര ഐഡന്റിക്കൽ ആയ ഒരു അഭിനയ രീതിയുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയ ഒരു അഭിനയ രീതിയാണ് നസ്രിയക്ക്. അപ്പൊ കുറെ നാളെ നമ്മൾ കണ്ട് ട്രാൻസ് നമ്മൾ ജസ്റ്റ് കണ്ടുവന്നു. ഒരു അവസാന ഭാഗങ്ങളിലാണെങ്കിൽ പോലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ റോളായിരുന്നു, അത് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇത് 2020 ട്രാൻസ് ഇറങ്ങിയത്. പിന്നെ 2022 തെലുഗുവില് അന്റെ സുന്ദരനിക്ക് പറഞ്ഞ നാനിയായിട്ട് പേരായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് അടിപൊളി പടമായിരുന്നു. എപ്പോഴും നസ്രിയക്ക് കിട്ടുന്ന ക്യാരക്ടർ കുട്ടിക്കളി മാറാത്ത, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക തുള്ളിച്ചാടി നടക്കുന്ന, ഇപ്പം ഓശാന്തി ഓശാനയിലുള്ള പോലത്തെ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ എക്സെൻട്രിക്കായി പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭയങ്കര എനർജറ്റിക് ആയ ഒരു കുട്ടിയായിട്ടുള്ള അഭിനയമാണ് എല്ലാത്തിലും കാണാറ്. അതിൽ നിന്നും വ്യത്യസ്തത പിടിച്ചിട്ടുണ്ട് സൂക്ഷ്മദർശിനി എന്നല്ല ഈ സിനിമയിലോട്ട് എത്തുമ്പോൾ. കഥാപാത്രത്തിൽ ഈ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പക്ഷെ പുള്ളിക്കാരുടെ എനർജി, പുള്ളിക്കാരുടെ ആക്ടിങ് രീതി ഒന്നും മാറിയിട്ടില്ല. ആ ഒരു എന്താ പറയുക ഭയങ്കര റിയലിസ്റ്റിക്, ഭയങ്കര എനർജറ്റിക് ആയ ഒരു അഭിനയ സ്റ്റൈല് ഇതിലും കാണാം. പിന്നെ പ്രത്യേകിച്ച് ബേസിലിനൊപ്പം ഫെയർ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ബേസിൽ പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ്. നമ്മളെന്താ പറയാ, നമ്മൾ തൊട്ട അയൽപക്കാരാണ്, തൊട്ടടുത്തുള്ള ഒരു ചങ്ങായി, നമ്മളെ സ്വന്തം ആള് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ബേസിൽ എപ്പോഴും സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് തരുന്നത്. അതിപ്പോ ഇന്റർവ്യൂവിൽ വരുമ്പോഴായാലും നമുക്ക് ഭയങ്കര അടുപ്പുള്ള ഒരു മനുഷ്യന്റെ ഒരു സംസാരം കേൾക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അഭിനയം ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഈ ഒരു കാലഘട്ടത്തില് ഇത്രയും റിയലിസ്റ്റിക് ആയി അഭിനയിക്കുന്ന ഒരു നടൻ വേറെ ഉണ്ടോ സംശയമുണ്ട്. അത്രയും റിയലിസ്റ്റിക് ആണ് പുള്ളിക്കാരന്റെ അഭിനയം. ബേസിൽ സാധാരണ മുന്നത്തെ നമ്മള് ശ്രീനിവാസനായിട്ട് എല്ലാവരും കമ്പയർ ചെയ്യുക. ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ഒന്ന് താഴ്ത്തി പറഞ്ഞ് അതിൽ ഹാസ്യം കണ്ടെത്തുന്ന ഒരു സ്റ്റൈൽ ഓഫ് സംസാര രീതിയുണ്ട്. ആ ഒരു മാൻഡസ സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ നല്ല രസമാണ്. അപ്പൊ നസ്രിയ ബേസിൽ കോമയുടെ ടോപ്പ് ഹൈലൈറ്റിൽ വരും. ഇതിപ്പോ ഇന്റർവ്യൂലൊക്കെ എനിക്ക് ആ ഒരു മിക്സഡ് ആയ അഭിപ്രായം കേട്ടിട്ടുണ്ട്. കുറെ പേർക്ക് നസ്രിയയുടെ ആ ഒരു സ്വതസിദ്ധമായ ഒരു സംസാര രീതി, ആ ഒരു തുള്ളിച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെട്ട കുറെ കമന്റ്സ് കേട്ടു. കുറെ പേര് ഓവറാണ്, പേർളി മാണിനെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ അങ്ങനെ പല തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സിനിമയിലോട്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലേ. പുള്ളിക്കാരി കറക്റ്റ് മീറ്ററിലാണ് അഭിനയിക്കുന്നത്, ഒട്ടും ഓവർ ആക്കുന്നില്ല. കാരണം ഭയങ്കര എക്സെൻട്രിക് ആയ ഒരു തുള്ളിച്ചാട്ടം ഉള്ള ഒരു ക്യാരക്ടർ അല്ല, അതിൽ കുറച്ച് വ്യത്യസ്തത പിടിച്ച ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട പക്വതയിൽ തന്നെ എന്നാൽ നസ്രിയയുടെ സ്ഥിരമായിട്ടുള്ള ഒരു അഭിനയ രീതി വിടാതെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയുന്നത് ബേസിലിനെ കുറിച്ചാണ്. ബേസിലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഏത് ക്യാരക്ടർ ആണ് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. എല്ലാ ക്യാരക്ടറിനും വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ ബേസിൽ പറ്റാറുണ്ട്. അത് ഓവർ ഹൈപ്പ് ആക്കി കൊടുക്കില്ല, ഭയങ്കര സട്ടിലാക്കിയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളൊരു പ്രത്യേകത ബേസിലെ അഭിനയത്തിലെ ആക്ടിങ്ങിലുണ്ട്. അത് നമുക്ക് ഇതിലും കാണാം, അടിപൊളിയായിട്ടുണ്ട്. ബേസില് സൂക്ഷ്മദർശിനിയിലെ ഒരു പാട്ട് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നസ്രി എന്തോ കണ്ടെത്താൻ പോവുകയാണ്, ബേസിൽ ആ സ്പോട്ടിൽ ഉണ്ട് എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഓവറോൾ സംവേർന്ന ഒരു കോമഡി, തമാശ കലർന്ന ഒരു ത്രില്ലർ പടം ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. എന്നുവെച്ചപ്പോ നമ്മളെ CID മൂവ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ എന്താ പറയാ കോമഡി ആക്കി അതിലൂടെ സംഭവങ്ങള് കണ്ടെത്തി വരും. അപ്പൊ ശിങ്കാരി ശംഭു ടൈപ്പ് സംതിങ് ലൈക്ക് ദാറ്റ് ആണ് ഞാൻ പ്രതീക്ഷിച്ചു. ഇവരെ ഈ കോംബോ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നസ്രി ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സിനിമയിലോട്ട് എത്തുമ്പോൾ നസ്രിയ സൂപ്പർ സീരിയസ് ആണ്. എന്ന് വെച്ചാൽ പടം ഭയങ്കര സീരിയസ് ആയി കണ്ടിരിക്കാൻ പറ്റില്ല, അല്ല തമാശ ഇല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട്. നസ്രിയ കൂട്ടുകാരികളുടെ ഒപ്പരം, അതായത് അഖില, ഭാർഗവൻ, പൂജ ആയിട്ടൊക്കെയുള്ള കൺവെർസേഷൻ കാര്യങ്ങളിലൊക്കെ തമാശകളുണ്ട്, രസമുണ്ട്. പക്ഷെ പടം ഒരു ഇന്റർവെല്ലോട് എടുത്ത് പടത്തിന്റെ ഒരു സീരിയസ്നെസ് പെട്ടെന്ന് മാറുന്നുണ്ട്. അതുവരെ നമുക്കൊരു തമാശ ഓതി കൊടുക്കുന്ന ഒരു ലെവലിൽ നിന്ന് പെട്ടെന്ന് മാറി ഹെവി സീരിയസ് ആവുന്നുണ്ട് പടം. അതുപോലെ നമുക്ക് ഗ്രിപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട് പടം. അതുകൊണ്ട് സൂപ്പർ സീരിയസ് ത്രില്ലർ പടം തന്നെയാണ്. എന്ന് വെച്ചാൽ കോമഡി ഇല്ല പറയില്ല, കോമഡി തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ ഇടയിൽ ബ്ലെൻഡ് ആയി പോലെ കുറെയൊക്കെ അവരുടെ മാനറിസം, അവരുടെ മുഖഭാവം, അതിലൊക്കെയാണ് കൂടുതൽ കോമഡീസ്. അതായത് സിറ്റുവേഷണൽ കോമഡീസ് ആണ് കൂടുതലായിട്ട് സിനിമയിലുള്ളത്. ചെറിയൊരു ത്രെഡാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഹാപ്പനിങ് ആയ ഒരുപാട് സിറ്റുവേഷൻസ് ഇല്ല. ആ സസ്പെൻസിലാണ് ആ സിനിമയുടെ ഒരു കിടപ്പ്. ആ സസ്പെൻസ് എവിടെ പിടിവിടാതെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത ലിബിൻ TV കിടിലം സ്ക്രീൻ പ്ലേ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്ലോട്ടും ഒരുപാട് സാഹചര്യ സന്ദർഭങ്ങളും സിനിമയിലില്ല. വളരെ ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ചെറിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കിടുവായിട്ടുണ്ട് MC ജിത്തിന്റെ സംവിധാനം. ആ ഒരു ഫീൽ എവിടെയും വിട്ടുപോകാതെ കൊണ്ടുവരുന്നുണ്ട്. അതായത് തുടക്കത്തിലൊരു കോമഡി സംഭവങ്ങളുണ്ട്, അപ്പൊ നമ്മള് സിനിമയിലോട്ട് കയറും, അതൊരു ഈസി കയറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ത്രില്ലർ പടത്തിന്റെ ഗ്രിപ്പിംഗ് സംഭവങ്ങളെല്ലാം നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പിന്നെ കിടുവായിട്ടുണ്ട് ക്രിസ്റ്റോ സേവിയറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും 2 പാട്ടുകളിൽ. ഒന്ന് നുരൂഹ മന്ദഹാസമേ എന്നുള്ള പാട്ട്, അടിപൊളിയായ ഒരു പാട്ടാണ്. അതല്ലാതെ പ്രിയ ലോകമേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എങ്ങനെയാണ് പ്രിയദർശിനി സൂക്ഷ്മദർശിനി ആണ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ക്യാരക്ടറിന് അത്രയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു പാട്ട് കൂടിയുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കിടുവായിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് സത്യം പറഞ്ഞ സിനിമയുടെ ഒരു ഫീലിംഗ് എലിവേറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ കിടുപ്പടം വലിയൊരു സംഭവമല്ല, പക്ഷെ ഉള്ളതിനെ വളരെ നീറ്റായി വളരെ
എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ ആസ്വദിക്കാം എന്ന രീതിയിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ദീപക് പറമ്പോൾ അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. നസ്രിയയുടെ ഭർത്താവായിട്ട് വരുന്ന ദീപക് പറമ്പോളാണ്. പിന്നെ അഖില ഭാർഗവനുണ്ട്, ചെറിയ റോളാണ് പക്ഷെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പൂജ പിന്നെ ഓൾവേസ് അടിപൊളിയാണ് കേട്ടോ. അവർക്കൊരു സിഗ്നേച്ചർ ആക്ടിങ് ഉള്ള ഒരു നടിയാണ് പൂജ. ഇപ്പൊ ആവേശത്തിലായാലും അഭിനയിച്ച സംഭവത്തെ ഭയങ്കര ഐഡന്റിക്കലായി അഭിനയിക്കുന്നുണ്ട്, കിടുവായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ബെറിൻ ഫിലിപ്പ് ഒരു റോൾ നന്നായിട്ടുണ്ട്. പിന്നെ കോട്ടയം രമേശ് എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ ഒപ്പം മുളകിലെ മുന്നത്തെ ഒരു മുത്തശ്ശനായിട്ടുള്ള ആള് കിടുവില്ലനായിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ മേനോൻ അഭിനയിക്കുന്നുണ്ട്, ഒരു മിക്സഡ് റോളാണ്, കിടുവായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ചെറിയ കുട്ടിയുണ്ട്, ഇവരുടെ നസ്രിയുടെ മോളായിട്ട് അഭിനയിക്കുന്നത്, കിടുവായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഓവറോൾ കിടുപ്പടം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടവരാണ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ? നസ്രിയ ബേസിൽ കോംബോ അങ്ങനെയുണ്ട്, ഇവരുടെ ആക്ടിങ് അങ്ങനെയുണ്ട്, എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ നസ്രിയ ഫാൻ ആണോ ബേസിൽ ഫാൻ ആണോ അതൊക്കെ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ, റിവ്യൂ റിയാക്ഷനോ സോഷ്യലായിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.